റിലീസാകേണ്ടുന്ന വിജയ് ബിഗ് ബഡ്ജറ്റ് ചിത്രം പുലി വൈകുന്നു. പ്രദർശനത്തിനുള്ള ലൈസൻസ് ലഭിക്കാത്തതാണ് കാരണം. നിരാശയിൽ ആരാധക ലോകം. തിരുവനന്തപുരത്ത് തിയേറ്ററുകൾക്ക് നേരെ കല്ലേറ്. വിശദാംശങ്ങൾ നൽകാൻ സുനിൽ അരുമാനൂർ നമ്മോടൊപ്പം ചേരുകയാണ്. സുനിൽ, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ ആരാധകരാണ് തിയേറ്ററുകൾക്ക് മുന്നിൽ എത്തിയിരുന്നത്. എന്നാൽ അവരൊക്കെയും നിരാശരാക്കുന്ന വാർത്തകൾ തന്നെയാണ് വന്നത്. ഏത് രീതിയിലാണ് ആരാധകരുടെ പ്രതിഷേധം ഇപ്പോൾ പോകുന്നത്? തീർച്ചയായും സുരേഷ്, ചിമ്പുദേവൻ സംവിധാനം ചെയ്ത വിജയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ പുലി ഇന്ന് 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് 200-ലധികം കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്യും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ നേരത്തെ തന്നെ ആരാധകർ തിയേറ്ററിലെല്ലാം തന്നെ ചിത്രം കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പാതിരാത്രി മുതൽ തന്നെ മിക്ക തിയേറ്ററുകൾക്ക് മുമ്പിലും തടിച്ചുകൂടിയ ഒരു ആരാധകരെയാണ് കാണാൻ സാധിച്ചത്. 5 മണിക്ക് എന്നുള്ള ഷോ 6 മണിയിലേക്ക് വൈകും എന്നുള്ള അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തിയേറ്ററിൽ വീണ്ടും പ്രതിഷേധത്തിനുള്ള ഇടയാണ് ഉണ്ടായത്. കാരണം UFO ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് ചിത്രം വൈകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ലൈസൻസ് ലഭിച്ചിട്ടില്ല. ഉച്ചയോടുകൂടി ലൈസൻസ് ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് വിതരണക്കാരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മാത്രമേ ആദ്യ പ്രദർശനം നടക്കുകയുള്ളൂ. ഏകദേശം 1000 സെൻറ്ററുകളിലായിട്ടാണ് 1000 പ്രദർശന കേന്ദ്രങ്ങളിൽ ഈ ചിത്രം ഉണ്ടാകും. 200 കേന്ദ്രങ്ങൾ, അതിനകത്തുള്ള സബ് സെൻറ്ററുകളും കൂടെ ചേർത്തിട്ടാണ് 1000 കേന്ദ്രങ്ങളിൽ ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. തമിഴ്നാടിനേക്കാൾ കൂടുതൽ ആരാധകർ കേരളത്തിൽ ഇപ്പോൾ തമിഴ് ചിത്രങ്ങളെ വരവേൽക്കാനുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലും ശക്തമായ രീതിയിൽ തന്നെയാണ് ചിത്രം വൈകുന്നതിലൂടെ പ്രതിഷേധം വരുന്നത്. തിരുവനന്തപുരം ധന്യ തിയേറ്ററിലാണ് ആരാധകർ കല്ലേറ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജന്ത തിയേറ്ററിൻ്റെ മുന്നിലും വലിയൊരു തിരക്കും. ചിത്രം കാണാനെത്തിയവർ വയലൻ്റ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കണക്കിലെടുത്ത് കനത്ത പോലീസ് ഈ തിയേറ്ററുകൾക്ക് മുമ്പിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടുന്ന് ഈ ചിത്രം റിലീസ് ചെയ്യുന്ന സമയം വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ആരാധകരെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളം അല്ലെങ്കിൽ ലാത്തി ചാർജ് വരെ ഉണ്ടാകാവുന്ന സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിൻ്റെ പിന്നിൽ, അതായത് ഈ ചിത്രം വൈകിപ്പിച്ചതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ എന്നുള്ളതാണ് തമിഴ് സിനിമാ ലോകം പറയുന്നത്. കാരണം വിജയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിതയുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വാരസ്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന വാണിജ്യ നികുതി വകുപ്പിൻ്റെ സുനിൽ, അതോടൊപ്പം തന്നെ വലിയ ആഘോഷങ്ങളോടെയാണ് വിജയ് ചിത്രങ്ങളെ ആരാധകർ വരവേൽക്കുക. ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തിയേറ്ററുകളുടെ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു ആരാധന ആണ് ഇപ്പോൾ കേരളത്തിലും അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ് നടന്മാരോടുള്ള ആരാധന തമിഴ്നാടിനേക്കാൾ ഇപ്പോൾ കേരളത്തിലും കൂടി വരുന്നു എന്ന് പറയാം. അത്തരത്തിൽ നോക്കുമ്പോൾ പാലഭിഷേകം, അത്തരത്തിലുള്ള വലിയ ഫ്ലക്സ് ബോർഡുകൾ തീർത്തും ആഹാരം അർപ്പണം ചെയ്തുമുള്ള സ്ഥിരം സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വിജയ് ചിത്രത്തെ ആരാധകർ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഒറിജിനൽ പുലിയെ തന്നെ തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ കൊണ്ടുവന്ന് പുലിയെ ഘോഷയാത്രയോടുകൂടി തന്നെ കൊണ്ടുവന്ന് ചിത്രത്തെ വരവേൽക്കാനാണ് ആരാധകരെല്ലാം സജ്ജീകരണം ചെയ്തിരുന്നത്. പക്ഷെ അതെല്ലാം നിരാശയാണ് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് അവർ പുലിയെ 50,000-ലധികം രൂപ ചെലവാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ തിയേറ്ററിന് മുമ്പിലേക്ക് ആരാധകരെല്ലാം തന്നെ ആഘോഷം ആർപ്പുവിയുമായി തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് റിലീസിംഗ് കേന്ദ്രത്തിൽ ഒരു ആഘോഷമുണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവർക്കെല്ലാം നിരാശ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വൈകും എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നു. കാരണം സാമ്പത്തിക നികുതിയുമായി ബന്ധപ്പെട്ട് പണം അടച്ചാൽ മാത്രമേ ലൈസൻസ് നൽകൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വ്യക്തമാണ്. ഇന്ന് റിലീസാകേണ്ടുന്ന വിജയ് ബിഗ് ബഡ്ജറ്റ് ചിത്രം പുലി വൈകുന്നു. പ്രദർശനത്തിനുള്ള ലൈസൻസ് ലഭിക്കാത്തതാണ് കാരണം. നിരാശയിലാണ് ആരാധക ലോകം. തിരുവനന്തപുരത്ത് തിയേറ്ററുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.